തിരുവനന്തപുരം വഞ്ചിയൂരിൽ വിശാഖിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രദീപ് കുറ്റം സമ്മതിച്ചു. കൊലപ്പെടുത്താൻ ഉപയോഗിച്ച 3 വെട്ടുകത്തികൾ പോലീസ് കണ്ടെത്തി. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ മീഡിയ വണ്ണിന് ലഭിച്ചു. 4 പ്രതികളെയും വൈകിട്ട് കോടതിയിൽ ഹാജരാക്കും. കൊല്ലപ്പെട്ട വിശാഖും കേസിലെ പ്രതിയായ പ്രദീപും അയൽക്കാരാണ്. ഇവർ തമ്മിൽ അതിർത്തി തർക്കം നിലനിന്നിരുന്നു. വിശാഖിനെ പ്രദീപ് നേരത്തെ ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പ്രദീപിന്റെ ബന്ധുക്കളിൽ ഒരാളോട് വിശാഖ് മോശമായി പെരുമാറി. ഇതാണ് അരിംകൊലയ്ക്ക് പെട്ടെന്നുണ്ടായ പ്രകോപനം. പ്രദീപിന്റെ ഭീഷണിയെ തുടർന്ന് വിശാഖ് മലയൻകീഴ് വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുകയായിരുന്നു. ഇന്നലെ വിശാഖ് പാൽക്കുളങ്ങരയിലെ വീട്ടിൽ എത്തിയിട്ടുണ്ടെന്ന വിവരത്തെ തുടർന്നാണ് പ്രദീപും സംഘവും അവിടെ എത്തി വെട്ടിക്കൊലപ്പെടുത്തിയത്. പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമവും പ്രതികൾ നടത്തി. കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ ഒരിടത്ത് ഒളിപ്പിച്ച ശേഷം പകരം ആയുധങ്ങൾ വാഹനത്തിൽ വെച്ചു. എന്നാൽ ഇത് തിരിച്ചറിഞ്ഞ പോലീസ് പിന്നീട് പ്രതി വിനീതുമായി പൊലേനാർകോട്ടയിലെത്തി കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ കണ്ടെടുത്തു. ഇന്ന് റിക്കവർ ചെയ്തതാണ് ആക്ഷന് വേണ്ടി ഉപയോഗിച്ചതെന്ന് കരുതുന്നു. അത് ഫോറൻസിക് എക്സാമിനേഷനും മറ്റുമായി കൊടുത്തിരിക്കുകയാണ്. പ്രതികളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. പ്രദീപ്, വിനീത്, ശിവപ്രസാദ്, റാസിം എന്നിവർ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. മീഡിയ 1 തിരുവനന്തപുരം.